ഇത് ഇക്കാണ്. ഇക്കാനെ കണ്ടുമുട്ടിട്ട് പേരെ ഒരു മാസമായിട്ടുണ്ടാവും ഇല്ലേക്കാ? എത്ര ലോ ഉള്ളു? നോ എന്തിനോ ഇക്ക തൊളരുണ്ടാ? ഞാനും ഇക്ക ഇന്റെ മാതിരി നിഷ്കളങ്കനാണെന്നുള്ള ധാരണയിലാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യം പറയും. അവൾ പറഞ്ഞില്ലേ? പൊന്മുള നീക്കി പൊന്മുള തന്നെടുത്താ. പെങ്ങളെ 2 വർഷം പ്രേമമാണ്. പെങ്ങളെ 2 വർഷത്തെ പ്രേമമാണ്. സത്യമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പ്രേമം അന്ന് ജാസ്മിൻ താത്ത പറഞ്ഞു ഇക്ക പ്രേമിച്ച് നടന്നിട്ട് ഇഷ്ടല്ലാന്ന് പറഞ്ഞപ്പോ അതും ഓക്കെ. അത് 2 കൊല്ലം നടന്നാ? അത് തല്ലട്ടോ എന്നിട്ട് അതിലേക്ക പെങ്ങളെ വീട് ഇവിടെ മലപ്പുറത്താണ്. മലപ്പുറം ഏത് ഭാഗത്താണ്? അത് 2 ഒന്നും പെങ്ങളെ തന്നെ ഏതായാലും ഭക്ഷണം കഴിച്ചാൽ അപ്പം കിടക്കാൻ പാടില്ല. പക്ഷെ കിടന്നു പോവാണ്. കുറച്ച് നേരം ഇരുന്ന ഇപ്പം 3 മണിയിലായില്ല. ഇനിയിപ്പോൾ 4 മണി 4:30 ആകുമ്പോഴേക്ക് മോളെ കൊണ്ടുവന്നിട്ട് ടെറസിൻ്റെ മോള് പോയിട്ട് ഇതേമായി അത് 2 വർഷമാണ് പുറകെ പോയത്. അവൾ കുറച്ച് ആണ് പറഞ്ഞത്. അത് ശരി. എന്നിട്ട് ഇക്ക സുഖല്ലേക്ക? അപ്പോ ഇക്ക ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഹോട്ടലിൽ ആരുണ്ടാവല്? വേറെ ആരെങ്കിലും ഉണ്ടാ? ദം ബിരിയാണി ഒക്കെ ഉണ്ടാ ഇക്ക? അപ്പൊ അതല്ല, ഈ പ്രേമത്തിന്റെ അടിസ്ഥാനം ഞാൻ ചോദിച്ചോ കേട്ടോ. അപ്പോ ജാസ്മിനെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വരിക, അതോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടോ ജാസ്മിനെ? എങ്ങനെ ഇപ്പൊ ഉണ്ടായി തുടക്കം? അത് 2 വർഷമാണ്. 2 സ്റ്റാഫുണ്ട്. എല്ലാ ബിരിയാണിയും ഉണ്ട്. ഹോട്ടൽ മാത്രമല്ല, ചെറിയൊരു ബാർ. അത് ശരി. അങ്ങനത്തെ സിസ്റ്റം അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ അറിയോ, എന്നേത് അത് ശരി. അപ്പൊ 12 സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പൊ കൊഴപ്പില്ല. ബാറും അപ്പൊ കച്ചവടമൊക്കെ ഉണ്ടാവൂല. കച്ചവടം ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ കച്ചവടമൊക്കെ ഉണ്ടാവട്ടെ. അല്ല കാക്ക പെങ്ങളെ എങ്ങോട്ടങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള മലപ്പുറത്ത് ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു. അത് ശരി. അപ്പോഴും സംശയമാണ്. മറ്റേ ജാസ്മിൻ പറഞ്ഞ മാതിരി ചോദ്യം, വീണ്ടും ഒരു വടക്ക് ചോദ്യം. അല്ല ഇങ്ങോട്ട് വരില്ല പൊന്നോ, ഡ്രസ് ഇടാതെ. അതിലൊക്ക നിങ്ങൾ പത്തനംതിട്ട, ഇവള് വർക്കലല്ലേ? അപ്പൊ ഒരുപാട് ദൂരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? അത് എവിടുന്ന് കണ്ടു ഇപ്പൊ നിങ്ങള്? ഒരു തെരുവിളി കെട്ടത് ഏത് ജാസ്മിന്റെ അടുത്താവും? അല്ല അങ്ങനത്തെ ഫസ്റ്റ് ഉടക്കണവരൊക്കെ പിന്നെ ഒന്നിക്കുള്ളൂ. അത് സത്യമാണ്.